ഡോക്ടർമാർ കൈയൊഴിഞ്ഞ ചില സന്ദർഭങ്ങളൊക്കെ നമുക്ക് വരാറുണ്ട് നമ്മുടെ കുടുംബങ്ങളിലൊക്കെ. ഡോക്ടേഴ്സും നഴ്സുമാരൊക്കെ ICUവിൻ്റെ മുമ്പെന്ന് വെന്റിലേറ്ററിൻ്റെ മുമ്പെന്നൊക്കെ പ്രയാസപ്പെട്ട് വിഷമിച്ച് സങ്കടപ്പെട്ടിരിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് മുമ്പിൽ വന്നിട്ട് നഴ്സ് നമ്മോട് പറയും, ഇത് വളരെ പ്രയാസകരമായൊരു ഘട്ടമാണ്, നിങ്ങൾക്ക് ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് പറയേണ്ടവരോട് പറയുക, നിങ്ങൾ പറയേണ്ടവരോടൊക്കെ പറഞ്ഞോളൂ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ അവരൊന്ന് പറയുന്ന ചില സന്ദർഭങ്ങൾ കേട്ടിട്ടില്ല. അത്രയും ഒരു മെഡിക്കൽ ടീമിനൊക്കെ നമ്മളെ സംരക്ഷിക്കുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട് അല്ലേ? അവരുടെ കഴിവിൻ്റെ പരമാവധി വെന്റിലേറ്ററിൽ കിടത്തിയിട്ടും ആവശ്യമായ ട്രീറ്റ്മെൻ്റ് എല്ലാം നടത്തി മാക്സിമം ശ്രമിച്ചു നോക്കും. പിന്നെ നമ്മുടെ ശരീരം അതിന് പ്രതികരിക്കാതിരിക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെ എത്തുമ്പോൾ ഇതൊരു കൈയൊഴിഞ്ഞ അവസ്ഥയിലേക്ക് അവരെത്തിയിട്ട് പലപ്പോഴും നിങ്ങളിൽ പലരും ഈ ഒരു സംഭവം കേട്ടിട്ടുണ്ടാകും. ഡോക്ടേഴ്സ് എന്ന് പറയുന്ന ഒരു അവസരം, ഇത്തരം അവസരങ്ങളിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അമല്, റബ്ബിനോട് പറഞ്ഞ് നമുക്ക് ദുആ ചെയ്യാൻ പറ്റുന്ന ഒരു മഹത്തായ സ്വലാത്ത്, ആ ഒരു സ്വലാത്താണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ആ സ്വലാത്ത് ഈ വീഡിയോയിൽ പറയുന്നത് പോലെ ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ ചെയ്താലേ അത് സകല രോഗങ്ങൾക്കും റബ്ബ് അവർക്ക് ആയുസ്സിനെ നീട്ടിക്കിട്ടാനാണ് റബ്ബിന്റെ ഖളാ എങ്കിൽ ഇൻഷാ അല്ലാഹ് അത് വലിയ രോഗങ്ങൾ മാറാൻ കാരണമാകും, അത്ഭുതകരമാകുന്ന മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ കാരണമാകും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിൽ ആ സ്വലാത്ത് നാം എഴുതി കാണിക്കുന്നുണ്ട്, നിങ്ങളത് ഈ വീഡിയോയിൽ തന്നെ അത് ചൊല്ലുന്നുണ്ട്. അപ്പോൾ രോഗികൾ, ഇതിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് രോഗികൾ ഉണ്ടാകും അല്ലേ? എല്ലാവർക്കും വ്യത്യസ്തങ്ങളായ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ്. അപ്പോൾ അവരൊക്കെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ അത് ചൊല്ലിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അത് നിങ്ങളെ എങ്ങനെ ഇരിക്കുന്നു, മനസ്സെങ്ങനെ ഇരിക്കുന്നു, അതിനനുസരിച്ച് രോഗങ്ങൾ ശിഫയാകാൻ ഒരു കാരണമാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം അനുഭവിക്കുന്ന സകല രോഗങ്ങൾക്കും ആജിലായ കാമിലായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു വളരെ മഹത്വമുള്ള ഒരു സ്വലാത്താണ് അത്. നമ്മിൽ ഒരുപാട് രോഗികളുണ്ടല്ലേ, എത്രയോ രോഗികൾ. നമുക്ക് ചിലപ്പോൾ ഒരു ചെറിയ തലവേദന വരുമ്പോൾ, ചെറിയൊരു വയറുവേദന വരുമ്പോൾ, ചെറിയൊരു പനി കാരണമായിട്ട് നമ്മൾ ഡോക്ടറെ കാണിച്ചതായിരിക്കും. അങ്ങനെ ഡോക്ടറെ കാണിച്ച് ഡോക്ടർ എന്തെല്ലോ ചെക്കിങ്ങിനൊക്കെ എഴുതി തന്നു. നാം ആ ചെക്കിംഗ് ഒക്കെ ചെയ്ത് അതിൻ്റെ റിസൾട്ട് എടുത്ത് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് കൊണ്ടു കൊടുക്കുമ്പോഴാണ് ചിലപ്പോൾ ഡോക്ടർ പറയുക, ഇത് കിഡ്നി ഫെയിലായിട്ട് കുറേ ആയല്ലോ, ഇതിൻ്റെ സിംറ്റംസ് ലക്ഷണങ്ങളൊന്നും കാണിച്ചില്ലേ, ഇനി ഇതാകെ 20% മാത്രമേ പ്രവർത്തനക്ഷമതയുള്ളൂ എന്ന് പറയുന്ന ആ ഒരു രംഗം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമുക്കതിൻ്റെ മുമ്പ് അതിനെക്കുറിച്ച് ഒരു വിവരവും നമുക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല അല്ലേ? ഇപ്പൊ നമ്മളിത് കേട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ആ സമയത്ത് തന്നെ ഒരുപാട് രോഗികളുണ്ടാകും. ഈ ഇത്തരം രോഗങ്ങളില്ലാത്ത ആളുകൾ എനിക്കങ്ങനത്തെ ഒന്നും കേട്ടിട്ടില്ല. നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ നടക്കുന്നത് എന്താണെന്ന് നമുക്കറിയോ? നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു പനി വന്നിട്ടോ തലവേദന വന്നിട്ടോ കാണിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ചെക്കിങ്ങിന് എഴുതുമ്പോൾ പെട്ടെന്നായിരിക്കും ഇതേപോലെ ഹൃദയം തകർക്കുന്ന ചില വാർത്തകളൊക്കെ നമ്മൾ കേൾക്കുക. അധികം അങ്ങനെ തന്നെ. ഈ കിഡ്നിയുടെ രോഗങ്ങളുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും തുടക്കത്തിൽ ഇത് കണ്ടുപിടിക്കാൻ സാധിക്കുന്നുണ്ടോ? ഡയാലിസിസ് സെന്ററുകളിൽ പോയി ആഴ്ചയിൽ 3 തവണ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ ഈ കൂട്ടത്തിൽ, കേൾക്കുന്നവരുടെ കൂട്ടത്തിലുണ്ട്. അള്ളാഹുവിനെ ആജിലായ ശിഫ നൽകണം അല്ലാഹ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ആ സ്വലാത്ത് ഇതിലെ 11 തവണ നമുക്ക് ചൊല്ലാം ഇൻഷാ അല്ലാഹ്. അതോടുകൂടെ അള്ളാഹു ആ രോഗത്തിന് ശിഫ നൽകട്ടെ. അള്ളാഹുവിനെ ശിഫയാക്കി കഴിയാൻ പറ്റാത്ത രോഗങ്ങളില്ലല്ലോ. അള്ളാഹുവാണ് രോഗം നൽകുന്നത്, അവനാണ് ശിഫ നൽകുന്നത് അല്ലേ? ഈ കിഡ്നിയൊക്കെ ഫെയിലായിട്ട് ഡയാലിസിസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തി അതിനെ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നവരൊക്കെ ഉണ്ട്. എത്ര ആളുകൾ, നിങ്ങൾ അതിന്റെ അവസ്ഥകളൊക്കെ കണ്ടിട്ടില്ലേ? രോഗം മൂർച്ഛിച്ച് അതിന് വലിയ എക്സ്പെൻസ് വരും. അങ്ങനെ ചാരിറ്റി പ്രവർത്തകരുമായി ബന്ധപ്പെട്ട് അവരുടെ കണ്ണുനീരൊലിപ്പിച്ച് ചാരിറ്റി വീഡിയോസുകൾ ചെയ്ത് ആളുകളുടെ മുമ്പിൽ അവരുടെ ദയനീയത, അത് അവർ ആവശ്യമുണ്ടായിട്ടാണോ, അവർക്ക് താല്പര്യം ഉണ്ടായിട്ടാണോ, അവർ സന്തോഷത്തോടു കൂടെയാണ് ചെയ്യുന്നത്? ഈ ദയനീയ രംഗങ്ങൾ മറ്റുള്ളവർ കണ്ടിട്ടെങ്കിലും എന്തെങ്കിലും ചെയ്താല് എനിക്കെന്റെ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്ത് എനിക്കെന്റെ ആരോഗ്യം നിലനിർത്തിയിട്ട് ഒരു ദിവസത്തെ ആയുസ്സെങ്കിലും എനിക്ക് നീട്ടിക്കിട്ടണം എന്ന് കരുതിയിട്ട് ചെയ്യുന്നതല്ലേ? അള്ളാഹുവേ അത്തരം അവസ്ഥകളെ തൊട്ട് ഞങ്ങളെ നീക്കാക്കണം റഹ്മാനെ. അങ്ങനെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടാവോ മറ്റുള്ളവരുടെ മുമ്പിൽ ഇതേപോലെ വന്ന് കേണപേക്ഷിക്കാൻ? അള്ളാഹു നമുക്ക് നമ്മുടെ രോഗങ്ങൾക്ക് ശിഫ നൽകട്ടെ. അതേപോലെ തന്നെ എത്രയോ രോഗികൾ, എനിക്ക് തന്നെ ഫോൺ വിളിക്കുന്ന ഒരുപാട് രോഗികളുണ്ട്. ഞാനൊരു ക്യാൻസർ രോഗിയാണെന്ന് പറഞ്ഞിട്ട് ഞാനൊരു ചെറിയ അനുഭവം മാത്രം പറയാം. നമ്മുടെ റബീഉൽ അവ്വലിന്
1 മുതൽ 30 വരെ നമ്മുടെ നൂറെ മദീനയുടെ ഒരു മജ്ലിസുണ്ട് ഈ ചാനലിൽ. നിങ്ങളൊക്കെ ഇതിൽ പങ്കെടുക്കുന്നവരായിരിക്കാം. രാവിലെ 6 മണിക്കും രാത്രി 7 മണിക്കൊക്കെ നടക്കുന്ന മജ്ലിസ്. അപ്പോൾ അതിൽ റബീഉൽ അവ്വൽ 1 മുതൽ 30 വരെ മൗലിദ് സദസ്സുകൾ ഓരോരുത്തർ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു കുടുംബം അവര് ഒരു ദിവസത്തെ മൗലിദ് സദസ്സ് ഏറ്റെടുത്തു. ഞാൻ അവർക്ക് അവരുടെ ഡേറ്റ് കൊടുത്തു. അങ്ങനെ അവര് ക്യാൻസർ പേഷ്യന്റ് ആയിരുന്നു. എന്നോട് പറഞ്ഞു, ഉസ്താദേ ഞാൻ എൻ്റെ ആഫിയത്തിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അള്ളാഹുവിൻ്റെ ഖളാ അങ്ങനെ വന്നു. അള്ളാഹുവിൻ്റെ അചഞ്ചലമായ വിധിക്കുത്തരം നൽകി. ആ സഹോദരൻ അവർ ഏറ്റെടുത്ത മൗലിദ് സദസ്സിന് പോലും നിൽക്കാതെ അവർ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു. ഇന്ന് ആ ഖബറിൽ കിടന്ന് ആ സഹോദരന് അവർ നൽകിയ ആ സ്വദഖയുടെ ഫലം ഖബറിൽ കണ്ട് ആസ്വദിച്ച് സന്തോഷത്തോടുകൂടെ കഴിയുകയാണ്. അള്ളാഹു അവർക്ക് മഗ്ഫിറത്ത് നൽകട്ടെ, സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ചില രോഗങ്ങളൊന്നും തിരിച്ചറിയാൻ സാധിക്കൂല. സ്വകാര്യ അവയവങ്ങളിലും മറ്റുമൊക്കെ ക്യാൻസർ പിടിപെട്ട് അതിദാരുണമായി പരീക്ഷിക്കപ്പെട്ട എത്രയോ ആളുകളുണ്ട്. നമ്മൾ നല്ല ആരോഗ്യത്തോടു കൂടെ നടന്നു പോകുന്നു. പക്ഷെ നമ്മുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഇന്റേണൽ ഓർഗൻ, ഏതെങ്കിലും ഒരു ആന്തരിക അവയവത്തിന് എവിടെയെങ്കിലും ഒരു വീക്ക് വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്നുണ്ടോ? നിങ്ങളുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ എടുത്തിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരീരത്തിന്റെ ഏതെങ്കിലും അവയവത്തിലുള്ള എന്തെങ്കിലും വീക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? നമുക്ക് തിരിയുന്നില്ല. ഇത് എപ്പോഴാ തിരിയാതെ? ഇതിന്റെ അവസാന ക്യാൻസറൊക്കെ പലർക്കും കണ്ടുപിടിക്കുന്നത് അത് 4th സ്റ്റേജ് കഴിഞ്ഞതിന് ശേഷമാണ്. അങ്ങനെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളിൽ ലിവറുമായി ബന്ധപ്പെട്ട് പ്രയാസമുള്ളവര്, അതേപോലെ തന്നെ ആന്തരികാവയവങ്ങളിൽ വ്യത്യസ്തങ്ങളായ രോഗങ്ങളുള്ളവര്, മൈഗ്രെയിൻ പോലെയുള്ള ബ്രസ്റ്റ് ക്യാൻസർ, ബ്രെയിൻ ട്യൂമർ, അതേപോലെയുള്ള ഷുഗറുമായി ബന്ധപ്പെട്ട് ഷുഗർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു ലോഡ് രോഗങ്ങളാണ്. ഷുഗർ വന്നു കഴിഞ്ഞാൽ അത് ശരീരത്തിന്റെ ഒരുപാട് ഭാഗങ്ങളെ ബാധിക്കും. അത് പിന്നെ കിഡ്നിയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്ക് കാരണമാകും, ലിവറുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്ക് കാരണമാകും. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവര് ഈ വിരലൊക്കെ മുറിച്ചു മാറ്റാൻ വേണ്ടി, കാൽവിരലുകള്, കാലിന്റെ ഭാഗങ്ങളൊക്കെ മുറിച്ചു മാറ്റാൻ വേണ്ടി വിധിക്കപ്പെട്ട എത്ര ആളുകളുണ്ടെന്നറിയോ? ഓരോരുത്തരെയും പ്രയാസങ്ങൾ അറിയുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം എന്നെ ഒരു കുടുംബം വിളിച്ചു. അവരുടെ കുടുംബത്തിനുള്ള രോഗം എന്താണെന്ന് ചോദിച്ചാല്, ശരീരത്തിന്റെ നട്ടെല്ലിന്റെ താഴ്ഭാഗത്തേക്ക് ഈ രോമ വളർച്ച കൂടുതലുള്ളവർക്ക് ഈ രോമം കുത്തിക്കയറിയിട്ട് അവിടെ ഡാമേജ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രത്യേക രോഗം. അപ്പൊ അതിനൊരു ഓപ്പറേഷൻ ചെയ്യണം. അതിനെന്തോ ഇംഗ്ലീഷിലൊരു പേരും ഉണ്ട് ആ രോഗത്തിന്. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അപ്പൊ എന്തെല്ലാം രോഗങ്ങളാണ് വരുന്നത്. ഈ രോഗങ്ങളിൽ നിന്നൊക്കെ ഇത് കേൾക്കുന്ന ആളുകൾക്കൊക്കെ രോഗങ്ങൾ ഉണ്ടാകും. മൈഗ്രെയിൻ പോലെയുള്ള തലവേദനയുള്ളവരുണ്ടാകും. അവരൊക്കെ രോഗങ്ങൾ മാറാൻ ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ സ്വലാത്ത് ഒരുമിച്ച് ചെല്ലാം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിലുള്ള സ്വലാത്ത് ഏത് രോഗങ്ങൾക്കും പരിഹാരമാണ്. വർഷങ്ങളായി കിടക്കയിൽ കിടക്കുന്ന ആളുകളുണ്ട് ആഫിയത്തില്ലാതെ. അവരുടെ രോഗങ്ങൾ മാറാൻ ഇത് കാരണമാണ്. അള്ളാഹു ഏതു കാര്യത്തിലാണ്, അള്ളാഹു എല്ലാ കാര്യങ്ങളും ഡയറക്റ്റ് അല്ലല്ലോ. അത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾക്കിപ്പോ ഒരു വീട് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനൊരു സ്ഥലം അള്ളാഹു ഡയറക്റ്റ് കൊണ്ടുതരല്ല ചെയ്യാം. അതൊരു ഒരു കാര്യവുമായി ബന്ധപ്പെട്ടിട്ടാ കിടക്കുക. ഇപ്പൊ നിങ്ങൾ ചിലപ്പോ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് ആരെങ്കിലും നിങ്ങളോട് സംസാരിക്കുമ്പോൾ അവര് സംസാരിക്കുന്നതിനിടയിൽ ഇങ്ങനെ ഒരാളുണ്ട് എന്ന് പറയും. അങ്ങനെ ഒരു കാരണവുമായി ബന്ധപ്പെട്ടിട്ടാണ് എല്ലാ കാര്യങ്ങളും നടക്കുക. അപ്പൊ അത്തരം കാരണങ്ങളുമായിട്ട് നമ്മൾ ബന്ധപ്പെടണം. അപ്പോൾ ഇപ്പൊ ഒരു കാരണം നിങ്ങളുടെ മുമ്പിൽ എത്തി, നിങ്ങൾ ആ കാരണവുമായി ബന്ധപ്പെടുക. ഏതാണ് കാരണം? നമ്മൾ 11 സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി പോവുകയാണ്. അത് രോഗശിഫയിനുള്ള സ്വലാത്താണ്. അപ്പൊ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഒരുപാട് രോഗങ്ങളുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് ആ 11 സ്വലാത്ത് അങ്ങ് ചൊല്ലി ആ സ്വലാത്ത് കഴിഞ്ഞിട്ട് റബ്ബിനോട് നമ്മുടെ രോഗങ്ങൾ മാറാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്താൽ രോഗങ്ങൾ മാറും. ഇതിൽ ഉമ്മാക്ക് രോഗമുള്ളവരുണ്ട്, ഉപ്പാക്ക് രോഗമുള്ളവരുണ്ട്, മക്കൾക്ക് രോഗമുള്ളവരുണ്ട്. ഞാൻ ഈ മജ്ലിസ് തുടങ്ങിയതിന് ശേഷം എത്ര ആളുകളാണെന്നറിയോ അവരുടെ ചെറിയ മക്കൾക്ക് വലിയ വലിയ രോഗങ്ങൾ വന്ന് പിടിപെട്ടിട്ട് വളരെയധികം പ്രയാസപ്പെടുന്ന എത്രയോ ആളുകളെ. ആ മകളുടെ ഒരു കുട്ടിയുടെ രോഗം കാരണമായിട്ട് അവർക്ക് കിട്ടിയ ജോലി വരെ ഒഴിവാക്കി ആ കുട്ടിയെ നോക്കാൻ വേണ്ടി നിൽക്കുന്ന ഉപ്പമാരുണ്ട്. എത്രയോ ഉപ്പമാര് പ്രവാസികള് അവരവരുടെ മക്കൾക്ക് രോഗ ചികിത്സക്ക് വേണ്ടി മാത്രം പ്രവാസ ലോകത്ത് നിന്ന് ക്യാഷ് അവിടെ നിന്ന് അയച്ചു കൊടുത്താല് അത് ഈ ട്രീറ്റ്മെന്റിനായി മാത്രം ചെലവഴിക്കപ്പെടുന്നു. ആ രൂപത്തിൽ പരീക്ഷിക്കപ്പെട്ടവര് എല്ലാവർക്കും നിശാന്ത രോഗങ്ങളും. ഇത് കേൾക്കുന്ന ആർക്ക് ശരീരത്തിൽ എവിടെ എന്ത് രോഗങ്ങളുണ്ടോ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിലുള്ള ഒരു സ്വലാത്ത്, പ്രിയമുള്ളവരെ, നമുക്കൊരു 11 തവണ സ്വലാത്ത്
സ്വലാത്ത് വളരെ ആത്മാർത്ഥമായി ഇപ്പോൾ ചൊല്ലിയിട്ട് റബ്ബിനോടൊന്ന് ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ രോഗങ്ങൾക്ക് ആജിലായ ശിഫ നൽകട്ടെ. അതിന്റെ മുമ്പ് ഓർമ്മപ്പെടുത്താനുള്ളത്, ഈ ഡിസംബർ 8 വരെ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ആരും ഫോൺ വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ഒക്കെ ചെയ്യുക. പക്ഷെ എടുക്കാൻ കഴിയൂല. ആ സമയത്തൊന്നും ഫോൺ വിളിക്കുകയോ മെസ്സേജ് അയക്കുകയും ചെയ്യരുതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ ഇൻഷാ അല്ലാഹ് ഡിസംബർ 8-ന് ശേഷം നിങ്ങൾ വിളിക്കുമ്പോൾ ഫോൺ എടുക്കും, മെസ്സേജിന് റീപ്ലൈ ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. അപ്പോൾ കൃത്യമായി മറുപടി പറയാൻ സാധിക്കും. അതുവരെ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ഷെഡ്യൂൾ ചെയ്ത് വെച്ചതുകൊണ്ടാണ് ആ ഒരു പ്രയാസം നമുക്കുള്ളത് ഇൻഷാ അല്ലാഹ്. അത് കഴിഞ്ഞാൽ അതുവരെ ഉള്ളതേ ഞാൻ ബുക്കിംഗ് ഏറ്റെടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഇൻഷാ അല്ലാഹ് അത് അതിൻ്റെതായ രൂപത്തിൽ ഒരു ചെറിയ രൂപത്തിലേക്കേ ഉള്ളൂ. അപ്പോൾ എനിക്കതിൻ്റെ ഇടയിൽ ഫോൺ എടുക്കാൻ പറ്റും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഡിസംബർ 8 കഴിഞ്ഞിട്ട് നിങ്ങൾ ദയവ് ചെയ്ത് ഫോൺ വിളിച്ച്, ഒരുപാട് ആളുകൾ മെസ്സേജ് അയക്കുന്നുണ്ട്, ഉസ്താദ് റീപ്ലൈ തരാത്ത, ഉസ്താദ് ഫോൺ എടുക്കാത്തതെന്ന് വെച്ചാൽ അത്രയും തിരക്കിൽ പെട്ടുകൊണ്ടാണ്. ഡിസംബർ 8 വരെ അത്രയും തിരക്കുള്ള, കഴിഞ്ഞാൽ ഏകദേശം തിരക്കുകളൊക്കെ ഒഴിഞ്ഞിട്ടും. അപ്പോൾ ഞാൻ ഒരുവിധം നോക്കാനുള്ള ആളുകളൊക്കെ ചുരുക്കിയിട്ടുണ്ട്. ആളുകൾ ഒരു 10 ആളുകളിൽ കൂടുതൽ പിന്നെ നോക്കുന്നില്ല. അപ്പോൾ എനിക്ക് ആ 10 ആളുകളെ നോക്കിക്കഴിഞ്ഞാൽ അത്രയും തിരക്കൊഴിഞ്ഞിട്ടും. അപ്പോൾ എനിക്ക് ആ സമയത്തൊക്കെ ഫോൺ എടുക്കാൻ പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും സലാമത്ത് നൽകട്ടെ. കേരളത്തിൻ്റെ വിവിധങ്ങളായ ജില്ലകളിൽ നിന്ന്, കർണാടകയിൽ നിന്ന്, തമിഴ്നാട്ടിൽ നിന്ന്, വിവിധ സ്റ്റേറ്റുകളിൽ നിന്ന്, വിദേശ രാജ്യങ്ങളിൽ നിന്ന്, ലക്ഷദ്വീപിൽ നിന്നൊക്കെ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരുടെ രോഗങ്ങളെ ശിഫ നൽകട്ടെ. ലക്ഷദ്വീപിലുള്ളവർക്ക് അവരുടെ രോഗത്തിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് വളരെ കഷ്ടപ്പെട്ടവർ നമ്മുടെ നാട്ടിലേക്കൊക്കെ വന്നവരുണ്ട്, കാണാൻ ചോദിച്ചവരുണ്ട്, പ്രത്യേകം ഡേറ്റ് എടുത്ത് അവരതിനായിട്ട് ലക്ഷദ്വീപിൽ നിന്ന് ഇങ്ങോട്ട് വന്നവരുണ്ട്, വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് വേണ്ടി വന്നവരുണ്ട്. അല്ലാഹു എല്ലാവർക്കും ആഫിയത്ത് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. ഞാൻ പറയുന്ന സലാത്ത് നമ്മുടെ മജ്ലിസിൽ സാധാരണ ചൊല്ലുന്ന സ്വലാത്താണ്, സ്വലാത്തു തിബ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിലുള്ള സ്വലാത്താണ്. സ്വലാത്തു തിബ് എന്ന് പറഞ്ഞാൽ അത് ഷിഫാഇന്റെ സ്വലാത്താണ്, അത് രോഗം മാറാനുള്ള സ്വലാത്താണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകം നിയ്യത്താക്കിയിട്ട് ചൊല്ലിയാൽ രോഗങ്ങൾ മാറും. എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങൾ എല്ലാവരും മനസ്സിൻ്റെ ഉള്ളിൽ നല്ലൊരു നിയ്യത്ത് വെക്കി. എൻ്റെ ഉമ്മയുടെ രോഗം മാറാൻ, എൻ്റെ ഉപ്പയുടെ രോഗം മാറാൻ, എൻ്റെ മകളുടെ രോഗം മാറാൻ, എൻ്റെ രോഗം മാറാൻ, എൻ്റെ ശരീരത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും അവയവത്തിന് എന്തെങ്കിലും വീക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റൂലല്ലോ. നമ്മളെപ്പോഴോ ഡോക്ടറെ കാണിക്കുമ്പോൾ വലിയ വലിയ വാർത്തകൾ കേട്ട് ഞെട്ടാതിരിക്കാൻ അല്ലേ, എന്താ ചെയ്യാ? നിങ്ങളൊന്ന് പറ. പെട്ടെന്ന് നമ്മൾ ക്യാൻസറിന്റെ 4th സ്റ്റേജ് ആണെന്ന് അറിഞ്ഞാൽ ഒരു രക്ഷയില്ല. നേരെ RCC പോയി അല്ലെങ്കിൽ ഏതെങ്കിലും ക്യാൻസർ സെന്ററുകളിൽ പോയി ചികിത്സ തേടുക, പിന്നെ കീമോ ചെയ്യുക. കീമോ ചെയ്ത് നമ്മുടെ ശരീരം ഒരു പ്രത്യേക രൂപത്തിലേക്കായി മാറി പിന്നെ നാം തന്നെ ഒരു രോഗിയായിട്ട് ഇങ്ങനെ നടക്കുക. അതിനിടയിൽ നമ്മുടെ സ്ഥലം വിറ്റിട്ടുണ്ടാവും, നമ്മുടെ വീട് വിറ്റിട്ടുണ്ടാവും, നമ്മുടെ ഗോൾഡ് വിറ്റിട്ടുണ്ടാവും, എല്ലാം വിറ്റ് തൊലഞ്ഞിട്ടുണ്ടാകും. കീമോ ചെയ്ത് ശരീരത്തിൽ ഒരു രോമം പോലും ഉണ്ടാവില്ല. അങ്ങനെ ഒരു പേക്കോലം പോലെ ജീവിക്കേണ്ടതാണ് അല്ലേ. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. റബ്ബിന് കഴിയാത്തൊന്നുമില്ല. നമ്മൾ കാരണങ്ങളുമായി ബന്ധപ്പെടണം. അതാണ്, കാരണങ്ങളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ രക്ഷയാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് അതിനുള്ള ഒരു കാരണമാണ് നമ്മളിപ്പോൾ സ്വലാത്ത് ചൊല്ലാണ്. ഈ സ്വലാത്ത് രോഗശിഫായിന്റെ സ്വലാത്താണ്. എല്ലാവരും മനസ്സിന്റെ ഉള്ളിൽ നല്ല നിയ്യത്ത് വെക്കി. ഇൻഷാ അല്ലാഹ് എന്താ നിയ്യത്ത് വെക്കേണ്ടത്? സ്വന്തം രോഗങ്ങൾ കരുതിക്കോ, ഉമ്മയുടെ രോഗം കരുതിക്കോ, ഉപ്പയുടെ രോഗം കരുതിക്കോ, ഭർത്താവിന്റെ, ഭാര്യയുടെ, മക്കളുടെ ആർക്ക് രോഗങ്ങളുണ്ടോ, എന്ത് രോഗങ്ങളുണ്ടോ വിശ്വാസം മനസ്സിന്റെ ഉള്ളിൽ കൊണ്ടുപോവാ. ഞാൻ ഹബീബിന്റെ മേലിലുള്ള സ്വലാത്താണ് ചൊല്ലുന്നത്. ഈ സ്വലാത്ത് ചൊല്ലലോടുകൂടെ ഏത് രോഗങ്ങൾക്കും അത് പരിഹാരമാകും. എല്ലാവരും മനസ്സിന്റെ ഉള്ളിൽ നല്ല നിയ്യത്ത് കരുതിയിട്ട് സ്വലാത്ത് വളരെ ആത്മാർത്ഥമായി 11 തവണ മനസ്സറിഞ്ഞ് ചൊല്ല്. എല്ലാവരും നിയ്യത്ത് വെച്ചോ. ഇൻഷാ അല്ലാഹ് നമുക്ക് സ്വലാത്ത് ചൊല്ലാം രോഗശിഫായിന് വേണ്ടി. ഞാനും തന്നെ എൻ്റെ മനസ്സിന്റെ ഉള്ളിൽ നല്ലൊരു നിയ്യത്ത് കരുതിയിട്ടുണ്ട്. എനിക്ക് ഒരു രോഗങ്ങളും ഇല്ലാതിരിക്കാനും എൻ്റെ ശരീരത്തിൽ എവിടെയെങ്കിലും ഈ പറഞ്ഞതുപോലെ കിഡ്നിയുമായി ബന്ധപ്പെട്ടോ ലിവറുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും ആന്തരിക അവയവങ്ങൾക്ക് എന്തെങ്കിലും ഒരു വീക്ക്, ഒരു പോരായ്മ, ഒരു രോഗാണുക്കൾ എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലാഹുവേ നീ അത് നശിപ്പിക്കണം അല്ലാഹ്. ഈ സമയം ഞാൻ 11 സ്വലാത്ത് ചൊല്ലുമ്പോൾ എൻ്റെ ഉമ്മയുടെ, എൻ്റെ ഉപ്പയുടെ, എൻ്റെ കുടുംബാംഗങ്ങളിൽ എല്ലാവരുടെയും രോഗങ്ങൾക്ക് നീ ശിഫ നൽകണം അല്ലാഹ് എന്ന നിയ്യത്താണ് എൻ്റെ മനസ്സിലുള്ള. എൻ്റെ മക്കളുടെ, എൻ്റെ ഭാര്യയുടെ ഒക്കെ എല്ലാവരും അതേപോലെ മനസ്സിൻ്റെ ഉള്ളിൽ നല്ല നിയ്യത്ത് വെച്ചിട്ട് സ്വലാത്ത് 11 തവണ ചൊല്ലി. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم
اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. അർഹമുർറാഹിമായ അൽ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ അല്ലാഹ്, സാധുക്കളായ ഞങ്ങളിപ്പോൾ സ്വലാത്തു തിബ്ബ് 11 ചൊല്ലിയപ്പോൾ മനസ്സിന്റെ ഉള്ളിൽ ആരുടെ രോഗം മാറാനാണോ നീയത്ത് കരുതിയത് ആ രോഗങ്ങളിന് ശിഫാ നൽകണം അല്ലാഹ്. ക്യാൻസർ സുഖപ്പെടുത്തണം റഹ്മാനെ. ജീവിതശൈലി രോഗങ്ങളായ ഷുഗർ, കൊളസ്ട്രോൾ, പ്രഷർ, പ്രമേഹം ഉൾപ്പെടെയുള്ള രോഗങ്ങള്, കിഡ്നി തകരാറിലായ ഒരു അറ്റാക്ക് സംഭവിച്ചവര്, ഹാർട്ടിന് ബ്ലോക്ക് ഉള്ളവര്, ഹോൾസ് ഉള്ളവര് ശിഫയാക്കണം റഹ്മാനെ. ആജിലായ ശിഫ നൽകണം അല്ലാഹ്. ഇപ്പോൾ എന്ത് നീയത്താണോ, ഏത് രോഗം മാറാനാണോ ഈ 11 സ്വലാത്ത് തിബ്ബ് ചൊല്ലിയപ്പോൾ നീയത്താക്കിയിട്ടുള്ളത് ആ രോഗങ്ങൾക്ക് നീ ശിഫ നൽകണം അല്ലാഹ്. മരിക്കുന്നത് വരെ നിന്ന് നിസ്കരിക്കുന്നതിന് തടസ്സമാകുന്ന ഒരു രോഗവും ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാഹ്. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.